ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാനൊരു വാനില ഐസ്ക്രീമായിട്ടാണ് വന്നിരിക്കുന്നത്. വെറും 3 ഇൻഗ്രീഡിയൻസ് കൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റുന്നതാണ്. ഫ്രിഡ്ജിൽ വെച്ചത് തണുക്കുന്നതിനുള്ള ഒരു സമയം മാത്രമേ നമുക്ക് കൂടുതലായിട്ട് വേണ്ടതുള്ളൂ. ഇതിൻ്റെ പ്രിപ്പറേഷൻ കുറച്ച് സമയം മാത്രം മതി. അപ്പോൾ ഇത് വളരെ ടേസ്റ്റാണ്. അപ്പോൾ അതിന് മുന്നേ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടനും കൂടി ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന എല്ലാ വീഡിയോസുകളും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ഇതിന് വേണ്ടിയിട്ട് 1 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 1 കപ്പ് എന്ന് വെച്ചാൽ 250 ഗ്രാം. ഇത് എല്ലാ ഷോപ്പുകളിലും ഇപ്പോൾ ലഭ്യമാണ്. ഇത് ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിച്ചിട്ട് ഞാൻ എടുത്തേക്കുന്നതാണ്. ഇനി അടുത്ത് നമുക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് എടുത്തിട്ടുണ്ട് 200 ഗ്രാം, 1 ടീസ്പൂൺ വാനില എസൻസ്, പിഞ്ച് ഉപ്പ്. ഇനി ഇതിന് വേണ്ടിയിട്ട് വലിയൊരു പാത്രം ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ട്. ഈ പാത്രവും ബീറ്ററിൻ്റെ ഇതും ഞാൻ നന്നായിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചേക്കുന്നതാണ്. ഇതിലേക്ക് നമുക്ക് 1 കപ്പ് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം. ഈ വിപ്പിംഗ് ക്രീം പെട്ടെന്ന് വിപ്പായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് തണുപ്പിക്കുന്നത്. ഇനി നമുക്കിത് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ആദ്യമേ നമ്മൾ ലോ സ്പീഡിലാണ് ബീറ്റ് ചെയ്യേണ്ടത്. അതിനുശേഷമാണ് നമ്മൾ സ്പീഡ് കൂട്ടി കൊടുക്കേണ്ടത്. നമുക്ക് സ്പീഡ് കൂട്ടി കൊടുക്കാം. അവസാനം ഹൈ സ്പീഡിൽ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഏകദേശം ഇവിടെ ബീറ്റ് ചെയ്ത് ആയിട്ടുണ്ട്. നമ്മൾ വിപ്പിംഗ് ക്രീം ഇങ്ങനെ നമ്മുടെ ബീറ്ററിൽ നിന്ന് വിട്ട് താഴേക്ക് ചാടാത്ത ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇനി നമുക്കിതിലേക്ക് മധുരത്തിന് വേണ്ടിയിട്ട് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കുക. ഞാൻ 200 ഗ്രാം എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് മധുരം കുറവ് വേണമെങ്കിൽ അതിൽ കുറച്ചെടുത്താൽ മതി. ഇത് നമുക്ക് ലോ സ്പീഡിൽ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്താലും മതി. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മുതൽ 1.5 ടീസ്പൂൺ വരെ വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഇതും ഒന്ന് ലോ സ്പീഡിൽ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് പിഞ്ചുപ്പ്, വളരെ കുറച്ച് മാത്രം ഉപ്പ് മതി. നമ്മുടെ ആ മധുരത്തിന് ഒരു റെഡി ആവാൻ വേണ്ടിയിട്ടാണ്. വളരെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു എയർ ടൈറ്റ് കണ്ടെയ്നറിലേക്ക് മാറ്റാം. അപ്പോൾ ഞാൻ ഇവിടെ ഇച്ചിരി വലിയ പാത്രമായി പോയി എടുത്തിരിക്കുന്നത്. നിങ്ങൾ എടുക്കുമ്പോൾ പാകത്തിനുള്ളൊരു പാത്രം എടുത്താൽ മതി. നമുക്ക് ക്രീം ഫുള്ള് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് മുട്ടി കൊടുക്കുക. എന്നിട്ട് എല്ലാ സ്ഥലവും കറക്റ്റായിട്ട് നമുക്ക് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഇത് നിങ്ങൾ മൂടുന്നതിന് മുന്നേ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് പേപ്പർ റാപ്പറോ അല്ലെങ്കിൽ അലൂമിനിയം ഫോയിൽ പേപ്പറോ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മുകൾ ഭാഗം കവർ ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ എനിക്കങ്ങനെ ഐസ് ക്രിസ്റ്റൽസ് ഫോം ചെയ്യാറില്ല, അതുകൊണ്ട് ഞാൻ മൂടി മാത്രമാണ് ഇതിൽ കവർ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾ ചെയ്യുക. ഇതൊരു 12 മണിക്കൂർ, ഏറ്റവും കുറഞ്ഞതൊരു 12 മണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം. അപ്പോൾ ഇത് ഒരു 12 മണിക്കൂറിന് ശേഷം ഞാൻ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് നേരമായി ഇത് പുറത്തെടുത്ത് വെച്ചിരിക്കുന്നു. ഇനി നമുക്കിതൊന്ന് സ്കൂപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് ഐസ്ക്രീമൊക്കെ സെറ്റായിട്ടുണ്ട്. കുറച്ച് നേരം മുന്നേ ഇറക്കി വെച്ചതുകൊണ്ടാണ് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ അലിഞ്ഞ് ഇരിക്കുന്നത്. ഇത് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് ഐസ്ക്രീം കിട്ടിയിട്ടുണ്ട്. നമുക്കത് സ്കൂപ്പ് ചെയ്തെടുക്കാം. സ്കൂപ്പ് ചെയ്ത് നമുക്ക് മറ്റൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ഐസ്ക്രീം സെറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് നീളത്തിലുള്ളതാണെങ്കിൽ നമുക്ക് സ്കൂപ്പ് ചെയ്തെടുക്കാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ വാനില ഐസ്ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും വളരെ കുറച്ച് സമയവും മതി. നമുക്ക് സെറ്റ് ആവാനുള്ളൊരു സമയം മാത്രമേ കൂടുതലായിട്ട് വേണ്ടതുള്ളൂ. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് നിങ്ങൾ അറിയിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ, താങ്ക് യു.